ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മണിത്തക്കാളിയെക്കുറിച്ചാണ് കേട്ടോ. പേര് കേൾക്കുമ്പോൾ തക്കാളി തോന്നുമെങ്കിലും പക്ഷേ ഇത് വഴുതന ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ തൈകൾ ഞാൻ പാകി കിളിപ്പിച്ചത്. അത് കുറേയൊക്കെ പോയി, പിന്നെ അവസാനം ഒരു 3-4 കിട്ടി. അതിനെ ഞാൻ ചട്ടിയിലാക്കി. അത് വളർന്നത് കാണുമ്പോൾ നമ്മുടെ മുളക് തൈയുടെയൊക്കെ ഒരു ഷേപ്പാണ്. പക്ഷെ ഭയങ്കര ആരോഗ്യ ഗുണമുള്ളൊരു സസ്യം. ചീരയാണെന്ന് ചോദിച്ചാൽ ചീരയെപ്പോലെ. ഇത് കൂടുതലായിട്ടും തമിഴ്നാട്ടിലാണ്. തമിഴന്മാരിത് നന്നായിട്ട് ഉപയോഗിക്കുക. ഇത് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ള, ഇതിനകത്ത് പ്രോട്ടീന്, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, റൈബോഫ്ലാവിനുണ്ട്, വൈറ്റമിൻ സി ധാരാളമുണ്ട്, ഗ്ലൈക്കോ ആൽക്കലോയിഡുകളൊക്കെ ധാരാളമുണ്ട്. കുറേ ആരോഗ്യ ഗുണങ്ങളുള്ളതുകൊണ്ട് ഇത് ആയുർവേദത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞപ്പിത്തം, ഹൃദ്രോഗം ഉള്ളവർക്കൊക്കെ കാലിനൊക്കെ നീര് വരത്തില്ലേ, പിന്നെ പനി വരുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഞെരടി അതിൻ്റെ നീര് കുടിച്ച കഫക്കെട്ടൊക്കെ മാറും. അങ്ങനെ കുറേ ആരോഗ്യ ഗുണങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് നമ്മുടെ വായിലും വയറ്റിലും ഒക്കെ അൾസർ വരത്തില്ലേ, അൾസറിന് ഇത് ബെസ്റ്റാണ്. ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കുന്നത് അൾസർ പെട്ടെന്ന് മാറും. പിന്നെ മൂലക്കുരുവിനും ഇതിൻ്റെ ചെടിയുടെ നീര് ഇങ്ങനെ പിഴിഞ്ഞ് നമ്മൾ തുളസിയിലൊക്കെ പിഴിഞ്ഞ് കുടിക്കത്തില്ല, അതുപോലെ പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത് കഴിയുന്നത് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ 1-2 തൈകൾ വീട്ടിൽ മാക്സിമം നട്ട് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ചർമ്മരോഗങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ചർമ്മരോഗങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹൃദ്രോഗമുള്ളവരുണ്ടല്ലോ, ഇതിൻ്റെ കായക്കകത്ത് പച്ചക്കായക്കകത്ത് വേവിച്ചിട്ട് അതിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് 2 ടൈപ്പുണ്ട്. ഒന്നിൻ്റെ പഴുക്കുമ്പോൾ ചുവന്ന കളറും, ഒന്ന് കറുപ്പ് തോന്നുമെങ്കിലും പക്ഷേ കറുപ്പ് നല്ല ഡാർക്ക് നീല, പിന്നെ ഒരെണ്ണം നല്ല ചുവന്ന പഴം. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തൈ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. ഡെയിലി നമ്മൾ ചീരയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തോരൻ വെച്ചും കറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഔഷധ ഗുണത്തിൻ്റെ ഭയങ്കര കലവറ തന്നെയാണെന്ന് നമുക്ക് പറയാം മണിത്തക്കാളി.